നമ്മൾ 30സിലോട്ടൊക്കെ എൻ്റർ ചെയ്യുന്ന ഒരു സമയത്ത് വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഉള്ള കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് നമ്മളുടെ യൂത്ത് പ്രിസർവ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള തോട്ട് വന്നു തുടങ്ങും കുറേ പേർക്കൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ആ സ്റ്റേജിലാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് കുറേ പേര് പറഞ്ഞിരുന്നു ലൈക്ക് മൈ സ്കിൻ ഈസ് റിയലി നൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിന് ഞാൻ എടുക്കുന്ന കുറച്ച് മെഷേഴ്സ് എന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. മെയിനായിട്ട് ഞാൻ കഴിക്കുന്ന ഫുഡൊക്കെ വളരെ മാനേജ് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അത് വേറൊരു വീഡിയോയിൽ ഇടാം. പിന്നെ എന്ന് പറയുന്നത് ഓബ്വിയസ്ലി കുറച്ചൊക്കെ ജെനറ്റിക്സ് ഉണ്ട്, ഇല്ലയെന്ന് പറയത്തില്ല. ജെനറ്റിക്സ് വളരെ വലിയൊരു ഫാക്ടറാണ്. പിന്നെ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത്, ഇന്ത്യയിൽ നിന്ന് യുകെയിലോട്ട് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ വളരെ കുറവാണ് യു കെയിൽ. അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ലൈക്ക് സിംഗിൾ ഡിജിറ്റോ ഈവൻ 50ക്ക് താഴെയാണ്, ലൈക്ക് 10ന് താഴെയാണെന്ന് തോന്നുന്നു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇവിടെ. അപ്പോൾ അത് വളരെ വലിയൊരു ഫാക്ടറാണ്. നിങ്ങളുടെ എയറിലാണ് കൂടുതലും ഈ പൊല്യൂട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പൊല്യൂഷൻ പൊതുവേ ഡസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. അതൊരു ഫാക്ടറാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാക്ടർ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ആൻഡ് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ എന്തുമാത്രം സ്ട്രെസ്സിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ളത്. ഫാമിലി, ഹസ്ബൻഡ്, അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ്. അപ്പോൾ അങ്ങനെ സപ്പോർട്ടീവ് അല്ലാത്തൊരു പാർട്ട്ണർ, സപ്പോർട്ടീവ് അല്ലാത്തൊരു ഹസ്ബൻഡ്, ഒന്നിനും സഹായിക്കാതെ എപ്പോഴും ഭാര്യയെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുന്ന, ഭാര്യയെ കൊണ്ട് തന്നെ എല്ലാ മെൻ്റൽ സ്ട്രെസ്സും എടുപ്പിക്കുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ ഞാൻ ട്രാപ്പായി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരിക്കും. സോ വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുപറ്റിയിരിക്കുന്ന ആൾക്കാർ, എൻ്റെ പാർട്ട്ണർ എല്ലാവരും എന്നെ ഒത്തിരി സ്ട്രെസ്സിൽ ഇടാൻ നോക്കാതെ, എന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുത്താതെ നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എല്ലാവർക്കും നാച്ചുറലി ജനിക്കുമ്പോൾ നല്ല സ്കിൻ തന്നെയാണ്. സോ എല്ലാവരും ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൊക്കെ കുറേയൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിന്ന് വളരെ നല്ലതായിരിക്കും.